നമസ്കാരം, ഞാൻ ഡിൻസിയ, കരിവിൻചാൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ്. ഈ വരുന്ന നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷത്തെ വേൾഡ് ഡയബറ്റീസ് ഡേയുടെ തീം എന്നാൽ ഡയബറ്റീസ് ആൻഡ് വെൽബീയിങ് എന്നാണ്. അതായത് പ്രമേഹ രോഗികളിൽ ശാരീരിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രമേഹ രോഗികളിൽ ശാരീരിക ആരോഗ്യം ഉറപ്പുവരുത്തുക എന്ന് പറയുമ്പോൾ കൂടുതലായും ഭക്ഷണക്രമമാണ് ശീലമാക്കേണ്ടത്. കൃത്യമായ രീതിയിലുള്ള ഭക്ഷണക്രമത്തിലൂടെ മാത്രമേ പ്രമേഹ രോഗികളിൽ ശാരീരിക ആരോഗ്യം നമുക്ക് ഉറപ്പുവരുത്താനാവൂ. കൃത്യമായ രീതിയിലുള്ള ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ പ്രമേഹ രോഗികൾ കൂടുതലായും 5-6 തവണയായി ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ കഴിക്കുന്നതിലൂടെ അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കൂടുന്നതും കുറയുന്നതും നിയന്ത്രിക്കാനാകും. ഒപ്പം തന്നെ മെറ്റബോളിസം മെച്ചപ്പെടുത്തി അമിതഭാരമുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കുന്നതിനും സഹായിക്കും. ഒപ്പം തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. നമ്മുടെ ദിനംപ്രതിയുള്ള ഭക്ഷണക്രമത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജമടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ്. പ്രമേഹ രോഗികൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജമടങ്ങിയ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ അത് തവണകളായി ഉൾപ്പെടുത്താൻ, ചെറിയ അളവിൽ തവണകളായി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത്. ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നാം തിരഞ്ഞെടുക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എത്ര വേഗത്തിലാണോ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ വർദ്ധിപ്പിക്കുന്നത് എന്നതിൻ്റെ അളവാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ്. ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് അടങ്ങിയ ഫുഡ് ഉദാഹരണമായിട്ട് ബ്രൗൺ റൈസ്, ക്വിനോവ, അതുപോലെ തന്നെ ഓട്സ് ഇവയൊക്കെ തിരഞ്ഞെടുക്കാം. ഒപ്പം തന്നെ പയറുവർഗ്ഗങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. പ്രമേഹ രോഗികൾ പ്രോട്ടീൻസ് തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതലായും ലീൻ പ്രോട്ടീൻസ്, ഉദാഹരണമായി പൾസസ്, ലെഗ്യൂംസ്, അതുപോലെ തന്നെ സ്കിൻലെസ് ചിക്കൻ പീസസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെയാണ് പ്രമേഹ രോഗികൾ കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ HDL ലെവൽ അഥവാ ഗുഡ് കൊളസ്ട്രോളിന് സഹായകരമാകുന്ന രീതിയിലുള്ള ഫാറ്റ്സ് വേണം തിരഞ്ഞെടുക്കാൻ. ഉദാഹരണമായിട്ട് സൺഫ്ലവർ ഓയിൽ, സീസം ഓയിൽസ്, ഗ്രൗണ്ട് നട്ട് ഓയിൽസ് ഒക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പ്രമേഹ രോഗികൾ ഭക്ഷണക്രമത്തിൽ കൂടുതൽ നാരുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളത്. 5-6 തവണയായി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ തന്നെ ഇടനേരങ്ങളിലുള്ള ഭക്ഷണങ്ങളിൽ കൂടുതലായി സാലഡ്സോ ഫ്രൂട്ട് കട്ടിങ്സോ ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രമേഹ രോഗികൾക്ക് ഏറെ സഹായകരമാകുന്ന ഒന്നാണ് ഹാഫ് പ്ലേറ്റ് റൂൾ എന്നത്. ഹാഫ് പ്ലേറ്റ് റൂൾ എന്ന് പറയുമ്പോൾ നാം ഒരു പ്ലേറ്റ് എടുത്താൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ കൂടുതലും വെജിറ്റബിൾസും ഒപ്പം തന്നെ ബാക്കി വരുന്ന 1/4 എന്ന പോർഷനിൽ കൂടുതലും ലീൻ പ്രോട്ടീൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൾസസ്, ലെഗ്യൂംസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്താം. അതോടൊപ്പം ബാക്കി വരുന്ന ഒരു 1/4 പോർഷനിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, ഉദാഹരണമായി ബ്രൗൺ റൈസ്, ക്വിനോവ, മില്ലറ്റ് എന്നിവയും ഉൾപ്പെടുത്താവുന്നതാണ്. പ്രമേഹ രോഗികളിൽ ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ശാരീരിക ആരോഗ്യം ഉറപ്പുവരുത്താവുന്നതാണ്. അതുപോലെ തന്നെയാണ് മാനസികാരോഗ്യം ഉറപ്പുവരുത്തുക എന്നുള്ളത്. മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ ഉയർന്ന മാനസിക സമ്മർദ്ദമുള്ള പ്രമേഹ രോഗികളിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുകയും ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള പ്രമേഹ രോഗികളിൽ വർദ്ധിക്കുമ്പോൾ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ അനിയന്ത്രിതമാക്കുന്നു. ഇത്തരം ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കൃത്യമായ ഭക്ഷണക്രമം, വിശ്രമം, വ്യായാമം എന്നിവയിലൂടെ പ്രമേഹ രോഗികളുടെ ശാരീരിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെയും മെച്ചപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.